ഇവിടെ ആയിട്ട് വാഷ് ഏരിയ, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കുവാണെങ്കിലേ നല്ലതായിരിക്കും. എപ്പോഴും നമ്മൾ തുറന്നെടുക്കേണ്ടാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ഓക്കെ ഓക്കെ. എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അപ്പൊ അത് വേണമെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് വേണോ, അല്ലെങ്കിൽ ഒറ്റയായിട്ട് ഒരു കൗണ്ടർ മാത്രം മതിയോ? ഐ മീൻ ഈ ഒരു ഒരു സ്പേസ് മാത്രം മതിയോ, കൗണ്ടർ ഇങ്ങനെ വേണോ? അത് മതി, അത് മതി, ഒരു കൗണ്ടർ മതി. ഈ ഒരു ഇത് വേണ്ട? വേണമെന്നില്ലല്ലോ, വേണ്ട. ഓക്കെ. പിന്നെ വർക്ക് ഏരിയയിൽ നമുക്ക് ഇവിടെ വരെ വാഷ് ബേസിനും വരും, പിന്നെ ഇവിടെ നമുക്ക് ഗ്യാസിന്റെ ഏരിയ. പിന്നില്ലേ ആ വിൻഡോസ് നമ്മൾ UPVC വിൻഡോസ് ആയിരിക്കും വെക്കണത്. അപ്പൊ എന്തോ? UPVCയുടെ വിൻഡോസ് ആയിരിക്കും വെക്കുന്നത് എല്ലായിടത്തും. ആ ആ ആ പിന്നെ ഗ്രില്ല് മറ്റേ ഇതില്ലേ, വട്ടം വെക്കണില്ല, നീളത്തില് ഗ്രിൽസ് കൊടുക്കണുള്ളൂ. അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. നമ്മൾ വിൻഡോ അങ്ങനെ മെൻഷൻ ചെയ്തില്ലെങ്കിൽ അത് ഇന്റീരിയർ കൂടുതലും നമ്മൾ കളേഴ്സ്, ഫർണിച്ചേഴ്സ് അതൊക്കെയാണ് കൂടുതൽ നമ്മൾ അത്രേ ശ്രദ്ധിക്കാറ്. ഉള്ളൂ. ഓക്കെ ഓക്കെ. ഓക്കെ. ഇവിടെ ഇവിടെ വേറെ വല്ല ക്യാബിനറ്റ്സ് പോലെ മുകളിൽ എന്തെങ്കിലും ക്യാബിൻ അങ്ങനെ ലോഫ്റ്റ് എന്തെങ്കിലും വേണോ? വേണം 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 വേണം, ക്യാബിനറ്റ്സ് വേണേ. ഈ ഒരു മുകളിലും സ്പേസിൽ വേണം. കൊടുക്കട്ടെ? ആ സ്പേസിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് കൊടുക്കൂലേ, അതുപോലെ കൊടുത്താൽ മതി. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഓപ്പണിങ്സ്, അതായത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന പോലെ ഒരു ഈ ടി വി യൂണിറ്റിന്റെ ഒക്കെ മുകളിൽ വരില്ലേ, ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു സ്റ്റാൻഡ് മാത്രം. ഓക്കെ. അതായത് ഇവിടെ മറ്റേ വാർത്തിട്ട് ചെയ്യാൻ വേണ്ടിട്ടാണോ? അല്ല അല്ല, വാർത്തിട്ടില്ല, അല്ലാതെ. അതായത് മുകളിൽ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് സ്ലാബ് പോലെ മാത്രം മതി എന്നാണോ? അത് തന്നെ, സ്ലാബ് പോലെ ചെറിയൊരു പ്രൊജക്ഷൻ. ബാക്കി ഈ സിങ്ക് വന്നേക്കുന്ന ഏരിയയുടെ അവിടെ ക്യാബിനറ്റ്സ് വേണം. എവിടെയാണ് സിങ്ക് വന്നേക്കണ ഏരിയയില്ലേ, സിങ്ക്? ഓക്കെ. സിങ്കിന്റെ മുകളിലായിട്ട്. ഈ പ്ലേറ്റ്സ് ഒക്കെ കഴുകി ഇത് വെക്കാനോ അങ്ങനെയൊക്കെയല്ലേ? അത് വെക്കാനൊരു സ്പേസ് നമ്മൾ നോക്കണ്ടേ? അതിനുള്ള സ്പേസ് ഉണ്ടാവോ? ഇവിടെ നമുക്ക് ഇതില് ഏകദേശം മറ്റേ നമ്മൾ നോർമൽ ആയിട്ടുള്ള സ്റ്റീലിന്റെ അങ്ങനെയുള്ളത് മേടിച്ച് വെക്കുവാണെങ്കിൽ ഇവിടെ വെച്ചാലും മതിയാവും. ഇപ്പൊ കുറച്ചും കൂടി ഒരു ഏരിയയിൽ വരും നമുക്കിത്. പിന്നെ അതുപോലെ മുകളിലായിട്ട് ഇങ്ങനെ വാർഡ്രോബ്സ് കൊടുത്തിട്ട് അതിൽ ലോഫ്റ്റിന്റെ ഉള്ളിലായിട്ട് ഇതേപോലെ തന്നെ നമുക്ക് പ്ലേറ്റ്സ് കഴുകി വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ടാവുമല്ലോ. അതെന്നിട്ട് താഴേക്ക് വെള്ളം വീഴുന്നത്, അല്ലെങ്കിൽ അതിന്റെ നമുക്ക് ആ പ്ലേറ്റ്സിന്റെ വെക്കുന്നതിന്റെ താഴെയായിട്ട് ഒരു ട്രേ പോലെ ഉള്ളത് ഉണ്ടാകും. പക്ഷെ അതിലൊക്കെ ആണെങ്കിലും പ്ലേറ്റ്സ് മാത്രമേ അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യണ വലിയ പാത്രങ്ങളോ അല്ലെങ്കിൽ കറിച്ചട്ടികൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും പറ്റത്തില്ല. ചുമ്മാ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സുകൾ, പിന്നെ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ്സ്, അതൊക്കെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ അല്ലാതെ ആണെങ്കിൽ നോർമലായിട്ട് ചെയ്യുന്ന പോലെ ഇവിടെ അങ്ങനെ ഒരെണ്ണം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ മതിയോ? ഇതിന്റെ താഴേക്ക് കബോർഡ് അല്ലേ? അതിന്റെ താഴെ കബോർഡ്. ഫ്രിഡ്ജിന്റെ ഭാഗം ഒന്ന് കാണിക്കാവോ? ഏതിന്റെ ആയിരുന്നു? ഫ്രിഡ്ജ് വെച്ചേക്കുന്ന ഏരിയയില്ലേ? ഫ്രിഡ്ജ്? ഓക്കെ. ഫ്രിഡ്ജ് ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യുന്ന വിധത്തിലാണ് വെക്കേണ്ടത്? ഫ്രിഡ്ജ് കിച്ചണിന്റെ സൈഡിലോട്ട് ഈ സൈഡിലോട്ടാണ്. അന്നേരം അവിടെ ഒരു ബോക്സ് ഇങ്ങനെ വന്നിട്ട് ആ മറ്റേ ഭാഗത്ത് മറ്റേ ചൂലും അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാന്നാണ് അന്ന് നമ്മുടെ സിവിൽ ചെയ്ത പുള്ളി പറഞ്ഞു. അതായത് തിരിച്ചു വെക്കുമ്പം ബാക്കിലോട്ട് ഒരു പുഷ് വരുമല്ലോ. ഇവിടെയാണ് അങ്ങനെ കൊടുത്തത്. അത് തന്നെ, അവിടെ. ഫ്രിഡ്ജ് നമുക്ക് കിച്ചൺ ഭാഗത്തേക്കാണല്ലേ, അപ്പൊ അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോണ്ടല്ലോ നമുക്ക് ഇവിടെ ഒരു വാർഡ്രോബ്സ് വരുന്നില്ലേ, ഐ മീൻ ഇതിന്റെ ഡോറ് വരുന്നില്ലേ, ഇത് തുറക്കാനായിട്ട് ഒരു പ്രശ്നം വരില്ലേ? പക്ഷെ അത് നീങ്ങിയല്ലേ വരുള്ളൂ. ഇത് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയായിട്ടാണ് ഇരിക്കണത്. ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അറ്റ് എ ടൈമിൽ തുറക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഒരെണ്ണം അടയ്ക്കുമ്പോ മറ്റേത് തുറക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഉള്ളതാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് മാത്രം അല്ലേ, ഇവിടെ വെറുതെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ലാബ് പോലെ
സ്ലാബ് ഇവിടെ പോലെ. ലോഫ്റ്റ്. ഓക്കെ. ഓക്കെ. അപ്പോൾ കിച്ചണിൻ്റെ കാര്യം കഴിഞ്ഞു, വർക്ക് ഏരിയ കഴിഞ്ഞു, ലിവിങ് കഴിഞ്ഞു, സ്റ്റഡി റൂമിന് ബെഡ്റൂം ഉണ്ട്, ബാത്റൂം. നമുക്ക് വിൻഡോസ് ഒക്കെ വരുന്ന ഏത് ഹൈറ്റിലാണ്? നോർമൽ 150 ആണോ? അയ്യോ എനിക്കറിയില്ല. ആണോ? അതെ, ഇതിന്റെ ഒക്കെ ഉണ്ടല്ലോ പിന്നീട് വന്ന പ്ലാൻസുകളില്ലേ, അതായത് ലിൻഡൽ ഹൈറ്റ്, അങ്ങനത്തെ കുറെ പ്ലാൻസ് ഉണ്ട് എന്റെ കയ്യിൽ. അതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ചിലപ്പം അതില് ഈ ഡയമെൻഷൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. അത് ഞാൻ ഷെയർ ചെയ്യാം. ബെഡ്റൂമിൽ ബേ വിൻഡോ അല്ലേ താഴെ? ബേ വിൻഡോ. ഓക്കെ. ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ഒരു മോഡൽ. ഈ ഭാഗത്ത് ഇതിന്റെ ഒപ്പം തന്നെ കൊടുക്കണോ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലുള്ളൊരു റാക്ക് പോലെ കൊടുക്കണോ? നമുക്ക് അങ്ങനെ ഒരു ഓപ്പൺ ഇത് വേണ്ട. ഓക്കെ. അപ്പൊ കാണിച്ചൊരു മോഡൽ ഒരു ഓപ്പൺ സ്പേസ് പോലെ കണ്ടോ? അപ്പൊ അത് എങ്ങനെ വേണം എന്നുള്ളത്? ഇല്ല, ഓപ്പൺ സ്പേസ് അത് പുള്ളിയുടെ പ്ലാൻ ആയിരിക്കും. പക്ഷെ എനിക്ക് ഇത് ഇഷ്ടമില്ല. ഈ നമ്മൾ യൂസ്ഡ് ക്ലോത്ത്സ് ഇടാനല്ലേ, അതിങ്ങനെ ഇപ്പൊ എല്ലാരും ക്ലോസ്ഡ് ആയിട്ട് വെന്റിലേഷൻ കൊടുത്ത് ചെയ്യണ്ടല്ലോ. അപ്പൊ ഇതുപോലുള്ളത് മാത്രം മതി അല്ലേ? മതി. അതിന് മുകളിൽ കൊടുക്കുന്നുണ്ടോ? ഐ മീൻ ഈ 210 വരെ ആണോ, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് വരെയും നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഇതിപ്പോ ഇങ്ങനെ ഇരുന്നോട്ടെ. നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. ഇതിപ്പോ ഇങ്ങനെ ഫുൾ ഹൈറ്റിൽ ഇരുന്നോട്ടെ. എന്താന്ന് അറിയിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കിവിടെ പണ്ട് നമ്മള് പുതിയ വീട്ടിലെന്ന് പറയുമ്പോഴേക്കും കുറെ വാർഡ്രോബ്സുകളൊക്കെ കുറച്ച് ഇത്തിരി ചുരുക്കി കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റോറേജ് ഇച്ചിരി കുറഞ്ഞു പോകും ലാസ്റ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്റെ ഒരു അഭിപ്രായമാണ്, വേണമെങ്കിൽ സജഷൻ പോലെയാണ്, ഇത് വേണമെങ്കിൽ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റുകള്, ഡ്രസ്, ഇപ്പൊ 2 പേരുടെ ഇത് വെക്കാനാണെങ്കിൽ തന്നെ നമുക്കൊരു ഈ ഒരു സ്പേസ് തന്നെ വേണ്ടി വരും. പിന്നെ അല്ലാണ്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുപോലുള്ളതൊക്കെ ബുക്സോ അങ്ങനെയുള്ള, നമുക്ക് ഡ്രസ്സ് മാത്രമായിരിക്കുമല്ലോ ഉണ്ടാവുക. അതൊക്കെ ഇങ്ങനെ നമുക്ക് എപ്പോഴും എടുക്കാത്തതും, പിന്നെ കുറെ ലഗേജുകൾ പോലത്തെ ബാഗ്സ് ഒക്കെ ഉണ്ടാവത്തില്ലേ, അപ്പൊ നമ്മൾ എപ്പോഴും ട്രാവലിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അതൊക്കെ കട്ടിലിന്റെ അടിയിലേക്ക് അങ്ങനെ അങ്ങ് വെക്കും. അപ്പൊ ചെയ്യുമ്പോ പറ്റുമെങ്കിൽ അത് ചെയ്ത് നോക്കട്ടാ. പിന്നെ അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നതല്ലേ, അപ്പോൾ ഒരു മിററും, പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഒരു നമുക്കിത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു, അത് ഫ്ലോട്ടിംഗ് ആയിട്ട് അങ്ങനെ കൊടുക്കണോ, എങ്ങനെ വേണം?